പൊന്നിന് സമാനമായി ഈ ലോകത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, കുരുമുളക്. അതുകൊണ്ടാണ് കുരുമുളകിനെ കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ കറുത്ത പൊന്നിനെ കരുതലോടെ സംരക്ഷിക്കുന്ന കണ്ണൂർ ജില്ലയിലെ കുടിയാമല സ്വദേശിയായ ശ്രീ ജോസ് പിണക്കാട്ടിനെ നമുക്കിന്ന് പരിചയപ്പെടാം. ജോസേട്ടനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ജോസേട്ടനെ പുറമേയുള്ള ആളുകൾ കൂടുതലായിട്ട് അറിയുന്നത് ഒരു പ്രമുഖനായ കുരുമുളക് കർഷകൻ എന്നുള്ള പേരില്ല. ഈ കുരുമുളക് കൃഷി മാത്രം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കാരണമെന്നാ? അത് ആദ്യം റബ്ബർ, തെങ്ങും കവുങ്ങും ഒക്കെ ആയിരുന്നു. അതിനെല്ലാം കുറേശ്ശെ കേടുകൾ ബാധിച്ചു തുടങ്ങി. അപ്പോൾ റബ്ബർ ഷോട്ടർ മുറിച്ചപ്പം കുറച്ച് കുരുമുളക് ഇടണം, പൊടി ഇട്ടേക്കാം എന്ന് എനിക്കങ്ങ് തോന്നി. തിപ്പിരിയിലുള്ള കൊടികൾ യൂട്യൂബിലെല്ലാം കണ്ടപ്പം വിജയകരമാണെന്ന് തോന്നി. പിന്നെ കാരണന്മാരൊക്കെ കൊടിയിട്ട് മണ്ണും അതെല്ലാം പെട്ടെന്ന് പോവുകയത്. അപ്പോൾ തിപ്പിലയിലിട്ടാൽ പോവുകയില്ല എന്നുള്ള കണക്കൂട്ടിൽ കുറച്ച് കൊടി ഇടണമെന്ന് തോന്നി. ഒരേക്കർ സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്തതാണ് ഇപ്പോഴത്തെ. ഏതൊക്കെ ഇനം കുരുമുളകാണ് കൃഷി ചെയ്യുന്നത്? അത് പന്നിയൂർ 1 ഉണ്ട്, 5 ഉണ്ട്, 8 ഉണ്ട്, വിജയ് കൊടിയുണ്ട്, പിന്നെ തെക്കനുണ്ട്. എല്ലാം തിപ്പലിയിലുള്ള കൊടികളാണോ? എല്ലാം തിപ്പിലയിലാണ് ചെയ്തിരിക്കുന്നത്. അത് പണിഭാരം കൂടുതലല്ലേ മൊത്തത്തിൽ? നനയ്ക്കാൻ വെള്ളമുള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നനയ്ക്കണം. തിപ്പലിയിൽ ഇട്ടുകൊണ്ട് കേടിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു പരിധി വരെ കഴിയുന്നുള്ളൂ, പൂർണ്ണമായിട്ടും കഴിയുന്നില്ല. എന്തൊക്കെ മരുന്നുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്? അതിന് ബോഡോമിശ്രം അടിക്കും, COC അടിക്കും, കൂടുതലും അതാ ചെയ്യുന്നത്. ഈ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കൊടി കൃഷി ചെയ്ത ശേഷം ഉള്ള പരിപാലന മുറകളൊന്ന് പറയാമോ? തിപ്പിലയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധാരണ കൊടി പോലെ അത് വരുമ്പോൾ കയറ്റി വിടുക. പിന്നെ വേനലായി കഴിയുമ്പോൾ നനയ്ക്കണം. ജൈവവളം ചെയ്യും. എന്തൊക്കെയാണ് ജൈവവളം ചെയ്യുന്നത്? ജൈവവളം ചാണകപ്പൊടി ചെയ്യും, ചാണകപ്പൊടി ഇടും. പിന്നെ രാസവളം ചെയ്യും. പിന്നെ ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പോളിയാർ വളങ്ങളാണ്. പോളിയാർ പല രീതിയിലുള്ള വളങ്ങൾ കിട്ടാനുണ്ട്, പോളിയാർ ഉപയോഗിക്കും. പിന്നെ അതിനകത്ത് പോളിയാറിൻ്റെ കൂട്ടത്തിലും അല്ലാതെയും മൈക്രോ ന്യൂട്രിയൻസും കൊടുക്കാറുണ്ട് കൊടിക്ക്. എന്തൊക്കെ കേടാണ് കൂടുതലായിട്ട് ഈ മേഖല കാണാറുള്ളത് കുരുമുളകിന്? ഇവിടെ കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത് ഋതുവാട്ടമാണ്. ഋതുവാട്ടത്തെ പ്രതിരോധിക്കാൻ എന്താ മരുന്ന് ചെയ്യുന്നത്? COC അടിക്കുക ചെയ്ത്, ചോട്ടിലൊഴിച്ച് അടിക്കുക ചെയ്ത്. അതുകൊണ്ട് ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ കഴിയും. ഒരു പരിധി വരെ കഴിയുന്നുണ്ട്. ഈ കുരുമുളക് കൃഷി ഒരു മൊത്തത്തിലൊരു വിജയമാണെന്ന് പറയാൻ പറ്റുമോ? വിജയമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട് പിടിച്ചില്ലേ വിജയമാണ്, കേട് പിടിച്ചാൽ പരാജയമാണ്. ഈ കൂടുതൽ ആളുകൾ ഇപ്പം ഒരു ഭക്ഷ്യവിളകളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ചേട്ടൻ ഈ നാണ്യവിള, അതും ഏക നാണ്യവിളയിൽ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ കൃഷി ചെയ്യാൻ കാര്യം? ഭക്ഷ്യ വസ്തുക്കൾ വെച്ചാൽ കാട്ടുപന്നിയുടെ ശല്യം, കുരങ്ങ്, മയിൽ, ഇതെല്ലാം ഭയങ്കര ശല്യമാണ്. ഇതാകുമ്പം അത്രയും ശല്യങ്ങളില്ല നാണ്യവിളയാകുമ്പോൾ. അതുകൊണ്ടാണ് കൂടുതലും അത് കേന്ദ്രീകരിക്കുന്നത്. കുരുമുളക് കൃഷി അല്ല ജോസേട്ടന് വേറെ എന്തൊക്കെ കൃഷിയുള്ളത്? ഞാൻ ഈ കുരുമുളക് തോട്ടത്തിലും ജാതി വെച്ചിട്ടുണ്ട്. ജാതി ഒരു മാന്യമായ വരുമാനം കിട്ടുന്നുണ്ടോ ഇവിടുന്ന്? ജാതി വലിയ കുഴപ്പമില്ലാത്ത വരുമാനം ഇപ്പോൾ ഉണ്ട്. പിന്നെ വേറെയുള്ള സ്ഥലത്തും എനിക്ക് വേറെ സ്ഥലമുണ്ട്. അവിടെയും കുരുമുളകാണോ? അവിടെയും കുരുമുളക് നട്ടിരിക്കുകയാണ് ഇപ്പോൾ. കുരുമുളക് തന്നെ ഹരം. 700 കൊടി ഇട്ടിട്ടുണ്ട്, 700 കൊടി. അത് ഏതൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്? അത് പന്നിയൂർ 1 കൂടുതലും. അതിൻ്റെ താങ്ങുകാലായിട്ട് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്? താങ്കൾ റബ്ബറയിലാണ്. റബ്ബർ ചോല ഇറക്കിയിട്ടാണ് കുരുമുളക് കിട്ടുന്നത്? റബ്ബർ ചോല ഇറക്കിയിട്ട് കുരുമുളക് നട്ടു, ബാക്കി നിറച്ച് ജാതിയും വെച്ചു. അപ്പോൾ റബ്ബർ ലാഭകരമല്ലേ? റബ്ബർ എനിക്ക് വെട്ടാൻ പറ്റാത്ത കൂലിക്ക് കൊടുത്ത ലാഭകരമല്ല ഇപ്പോൾ ഇപ്പോഴത്തെ വിലയ്ക്ക്. ലാഭകരമല്ല അല്ല. അതുകൊണ്ട് റബ്ബറിന്റെ ചോല ഇറക്കിയിട്ട് കുരുമുളക് ഇട്ടിരിക്കും. കൂടി ഇട്ടു, അത് നിറച്ച് ജാതിയും വെച്ചു. 200 ജാതിയും വെച്ചിട്ടുണ്ട്. തൊഴിലാളികളെയൊക്കെ കിട്ടാറുണ്ടോ പണിക്ക്? തൊഴിലാളികളെയൊക്കെ കിട്ടും. സ്വന്തമാണോ പണി അതോ തൊഴിലാളികൾ? കുറച്ച് അത്യാവശ്യം തൊഴിലാളികളെ കൂട്ടും, ബാക്കി സ്വന്തം പണി. ജോസേട്ടൻ്റെ ഒരു ദിവസത്തെ കൃഷിപ്പണികൾ എപ്പോഴാണ് ആരംഭിക്കുന്നത്? എൻ്റെ കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ അതിന് രാത്രിയില്ല പകലുമില്ല. രാത്രി കാലങ്ങളിൽ നനയ്ക്കണം. അത് ചിലപ്പം 3 മണിക്ക് നനയ്ക്കാൻ തുടങ്ങും, ചിലപ്പം വൈകുന്നേരം 6 മണി തൊട്ട് 9 മണി വരെ നനയ്ക്കും. അതിനിടയ്ക്ക് ടാപ്പിംഗ് ഉണ്ട്, ബാക്കി പകലൊക്കെ ഇതിൻ്റെ പണികളുണ്ട്. പിന്നെ അത്യാവശ്യം വിശ്രമം പകൽ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുക്കും. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമ്മൾ വർക്കിലായിരിക്കും. മറ്റ് കൃഷിഭവന്, KVK ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായങ്ങളോ ഉപദേശങ്ങളോ? അവരുമായിട്ടൊക്കെ ബന്ധപ്പെടലുണ്ട്, അവരുടെ ഉപദേശങ്ങളൊക്കെ തേടാറുണ്ട്. കൃഷിഭവനിൽ നിന്ന്
അവരുടെ ജാതിക്കൊക്കെ സബ്സിഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരാറുണ്ട്. ഈ പ്രായത്തിലും ഇത്രയധികം കൃഷി അറിവുകൾ ഇവിടുന്ന് ജോസേട്ടൻ സമ്പാദിച്ചത്? അറിവെന്ന് പറഞ്ഞത് എൻ്റെ ഈ കാല ജീവിതത്തിലെ അറിവ്, സ്വന്തമായിട്ട് ഓരോന്നിനും ഉള്ള അറിവുകൾ നമുക്കൊരു കൃഷിക്കാരന് സ്വന്തം ഉണ്ടാവും. പിന്നെ കുറേയെല്ലാം യൂട്യൂബിൽ നോക്കി എന്നെ പോലുള്ള പല കൃഷിക്കാരന് ഞങ്ങൾ കൃഷി അറിവുകൾ പങ്കുവച്ചു. അങ്ങനെയൊക്കെയാണ് ഞാൻ അറിവുകൾ സമ്പാദിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി ക്ലാസ്സുകളിലോ അങ്ങനെ വല്ലതും പങ്കെടുക്കാറോ? അപൂർവം കുരുമുളക് കൃഷിയുടെ ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട് ഞാൻ. വളരെ കുറച്ച് പൈസ പോയിട്ടുള്ളൂ, എന്നാലും പോയിട്ടുണ്ട്. കുരുമുളക് കർഷകർ പരാജയപ്പെടുന്നത് കുരുമുളകിൻ്റെ ദ്രുതപാട്ടവും സാവധാനപാട്ടവും ആണല്ലോ. അതെ. അതിനെ പ്രതിരോധിക്കാൻ ഈ കൊളീബ്രിനും സഹായിക്കുന്നുണ്ടോ? ഒരു പരിധി വരെയുള്ളൂ, പൂർണ്ണമായിട്ടും ഇല്ല. മറ്റെന്തെങ്കിലും ദ്രുതപാട്ടത്തെയും സാവധാനപാട്ടത്തെയും പ്രതിരോധിക്കുന്ന ഏതെങ്കിലും കുരുമുളക് ഇനങ്ങളുള്ളതായിട്ട് ജോസേട്ടൻ്റെ അറിവിൽ? ഇതുവരെ ഉള്ളതായിട്ട് എൻ്റെ അറിവിൽ ഒന്നുമില്ല. ദ്രുതപാട്ടത്തെയും നിയന്ത്രിക്കാനായിട്ട് ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചതായിട്ട് എൻ്റെ അറിവിൽ. കുരുമുളകിലെ ജോസിയേട്ടനതായ ഒരു തനതായ രീതിയുണ്ട് വളപ്രയോഗത്തിന് എന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് വളപ്രയോഗ രീതികളെന്ന് പറയാമോ? ഞാൻ ആണ്ടിൽ ഒരു പ്രാവശ്യം കുമ്മായി ഇടും. അത് കഴിഞ്ഞ് ഏത് സമയത്താണ് ഉപയോഗിക്കുന്നത്? അത് ജൂൺ മാസത്തിലാണ് മിക്കവാറും. മെയ് ആദ്യമോ അവസാനമോ അല്ലെങ്കിൽ ജൂൺ ആദ്യമോ. പിന്നെ പോളിയാറ് കൊടുക്കും. കുരുമുളക് പറിച്ചു കഴിഞ്ഞാൽ തീരുമ്പം ഒരു പോളിയാറോളം കൊടുക്കും. NPK 19-19 എന്ന് പറഞ്ഞ് പോളിയാറോളം കിട്ടാനുണ്ട്. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിലാണ് അടിക്കുന്നത്. പൊടിക്കടിച്ച് ഇലയിൽ അടിച്ചു കൊടുക്കും. അത് രാവിലെ ഒരു 6:30 ആകുമ്പോൾ തൊട്ട് ഒരു 11 മണി വരെ അടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ ഇലകളുടെ ശുഷ്ങ്ങൾ അടഞ്ഞു പോകും വെയിലാകുമ്പോൾ. അതിന് മുമ്പ് അടിക്കുമ്പോഴാണ് നല്ലപോലെ വലിക്കുന്നത്. ഇത് കൊടുത്താലത്തെ ഗുണമെന്ന് പറഞ്ഞാൽ ചെടി 8 മണിക്കൂർ കഴിയുമ്പോൾ ഈ വളം വലിച്ചെടുത്തിരിക്കും. നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ ഗുണം അറിയാം, റിസൾട്ട് മനസ്സിലാവും. ഇത് പൊടിക്കുന്നുള്ളതല്ല, എല്ലാ ചെടികൾക്കും കൊടുക്കാൻ കൊള്ളാവുന്ന. ഈ മണ്ണിൽ വളം ഉപയോഗിക്കുന്നതും ഇലയിൽ വളം ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതൊരു 15 ദിവസമെങ്കിലും കഴിയണം മണ്ണിൽ കൊടുത്താൽ. ഇതാകുമ്പോൾ പെട്ടെന്ന് കൊടിയല്ല ഏത് ചെടിയായാലും വലിച്ചെടുക്കുകയും ചെയ്യും. അതിൻ്റെ മണ്ണിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും ഒരു 50% കൂടുതൽ ഈ വളം ഈ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കിട്ടും. കീടനാശിനികൾ ഉപയോഗിക്കാറുണ്ടോ കുരുമുളകിൽ? കീടനാശിനി പൊള്ളിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പോളിയാർ വളങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? അത് പോളിയാർ വളങ്ങൾ ഉപയോഗിച്ച് 8 ദിവസം കഴിയുമ്പോൾ ഉപയോഗിക്കാം. ജോസേട്ടാ, ഇപ്പോൾ പുതിയതായിട്ട് കുറേ അധികം യുവാക്കൾ കൃഷിയിലേക്ക് വരുന്നുണ്ട്, അതൊരു സത്യമാണ്. പക്ഷേ ഇവർ കൂടുതലായിട്ട് വരുന്നത് കുരുമുളക് കൃഷിയിലേക്ക് തന്നെയാണ്. അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് കാല്, പൈപ്പ്, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ജോസേട്ടന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അഭിപ്രായം നല്ല സാമ്പത്തിക മുടക്ക് വരുമെന്നേ ഉള്ളൂ. കുഴപ്പമില്ല, നല്ല കാര്യമാണ്. സിമെൻറ്റ് പോസ്റ്റ് ഇടണമെങ്കിൽ നല്ല പൈസ ചിലവ് വരും. PVC പൈപ്പിലാകുമ്പോൾ ഒരുപാട് ഉയരത്തിൽ പൊക്കാൻ വിഷമമാണ്. പിന്നെ അതിനകത്തെല്ലാം JP പൈപ്പ് ഇടണം. ഭയങ്കര ആദ്യത്തെ മുടക്ക് ഭയങ്കര പൈസ വരും. മറ്റുള്ള കൃഷികളൊക്കെ ഒരു പരിധിവരെ മാറ്റി വെച്ചിട്ടാണല്ലോ ജോസേട്ടൻ കുരുമുളകിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കുരുമുളക് കൃഷി സത്യത്തിൽ ജോസേട്ടന് നല്ല വിജയകരമാണോ? വിജയകരമാണെന്ന് വെച്ചാൽ അത് 100% വിജയമെന്ന് പറയാൻ പറ്റില്ല. പുതിയതായിട്ട് കുരുമുളക് കൃഷിയിലേക്ക് വരുന്ന ആളുകളോട് ജോസേട്ടന് കൊടുക്കാനുള്ള ഒരു ഉപദേശമാണ്? പുതിയതായിട്ട് വരുന്നവർ അതിനെപ്പറ്റി ആദ്യം 1-2 തോട്ടങ്ങളൊക്കെ കണ്ട് ആ കൃഷി അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാതെ പെട്ടെന്ന് ഇറങ്ങി കുരുമുളക് കൃഷി ചെയ്യാമെന്ന് വെച്ചാൽ അത് വിജയിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനെപ്പറ്റി അറിവ് വേണം. അതിൻ്റെ കേടുകളും വളപ്രയോഗങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷം ഇറങ്ങിയാൽ വിജയിക്കാം. ഒരു കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ ജോസിയേട്ടൻ സംതൃപ്തനാണോ? പൂർണ്ണമായിട്ട് സംതൃപ്തനാണ്. എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ ചെടി നടുമ്പോഴും അത് വളർന്നു വരുമ്പോഴും നമുക്ക് സന്തോഷമാണ്. നമ്മുടെ സമയം നമ്മളൊന്നും മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നില്ല. കൃഷി തന്നെ ആശ്രയിക്കുമ്പോൾ അത് പ്രത്യേക സന്തോഷമാണ്. അത്രയും സന്തോഷം വേറെ ഒരു ഭൂമിയിൽ ഒരു മനുഷ്യനും കൃഷിക്കാരനൊപ്പം കിട്ടാൻ പോകുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ. സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അവൻ ജോലി ചെയ്തു, അവൻ പറഞ്ഞു, അവന് ടെൻഷനായി. നമുക്കൊരു ടെൻഷനും ഇല്ല. ജോസിയേട്ടന് കുരുമുളക് കൃഷിയിൽ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ കുരുമുളക് കൃഷിയിലേക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾ ജോസിയേട്ടൻ്റെ ഉപദേശം സ്വീകരിക്കാറുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ 2024 ഏരുവശി കൃഷിഭവൻ്റെ മികച്ച കുരുമുളക് കർഷകനുള്ള ആദരവ് കിട്ടിയായിരുന്നു. പിന്നെ എന്നെ അറിയുന്നവരും അടുത്തുള്ളവരും ഒക്കെ ഇതിനെപ്പറ്റി കുരുമുളക് കൃഷിയെപ്പറ്റിയൊക്കെ ഓരോ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എനിക്കുള്ള അറിവ് വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ജോസേട്ടൻ്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ ഭാര്യ ബിലോമിന. വീട്ടുകാര്യങ്ങൾ നോക്കും, ബാക്കി കൃഷിയിൽ എന്നെ സഹായിക്കും. അങ്ങനെ പോകുന്നു. ആ മക്കൾ 2 പേരും വിദേശത്താണ്. അവരോരോ ജോലി ചെയ്ത് പോകുന്നു.
കൃഷിയിലേക്ക് മക്കളെ ഒന്നും കൊണ്ടുവരാനായിട്ട് ജോസേട്ടൻ താല്പര്യപ്പെട്ടില്ലേ? മക്കൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അവർ പഠിച്ചു, അവരവരെ വഴിക്ക് പോയി. ഞാൻ പിന്നെ ആദ്യം തൊട്ട് ചെറുപ്പം തൊട്ടേ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരുന്നതാണ്, ഞാനിപ്പോഴും അത് തുടരുന്നു. ചില ആളുകൾ പറയും എനിക്ക് മറ്റൊരു തൊഴിൽ അറിയത്തില്ലാത്തതുകൊണ്ട് മാത്രം കൃഷിപ്പണി ഞാൻ തുടർന്ന് പോകുന്നത് എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. പിന്നെ അവന് ഏറ്റവും ആത്മസംതൃപ്തി ഉള്ളതൊരു പണിയാണ് കൃഷിപ്പണി. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജോസേട്ടാ കൃഷിയിൽ? കൃഷിപ്പണിയാകുമ്പോൾ ഒന്നാമത് തൈ തിരഞ്ഞെടുക്കുമ്പോൾ തൊട്ട് നമ്മൾ അത് ശ്രദ്ധിച്ച് നല്ല തൈകൾ എടുക്കണം. പിന്നെ അതിന് നല്ല പരിചരണം കൊടുക്കണം. അതിന് വേണ്ടുന്ന മണ്ണ് പരിശോധിച്ച് വേണ്ടുന്ന വളങ്ങളൊക്കെ കൊടുക്കണം. മിക്കവാറും ആഴ്ചയിൽ ഒന്നെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ ചെടികളുടെ ചുവട്ടിൽ കൂടെ നമ്മൾ പോയിരിക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ അത് നല്ല രീതിയിൽ വളർന്നു വരികയും അതിന് സംരക്ഷണം ആവുകയുള്ളൂ. ഇത്രയും നേരം കുരുമുളക് കൃഷിയുടെ ശാസ്ത്രീയ വശങ്ങളും പരിപാലന മുറകളും പങ്കുവച്ച ജോസിയേട്ടന് പ്രത്യേകം നന്ദി. അടുത്തയാഴ്ച മറ്റൊരു കൃഷിക്കാരനോടൊപ്പം മറ്റൊരു കൃഷിയിടത്തിൽ നമുക്ക് കാണാം.